ആ മാനെ കണ്ടൂല്ലേ അഭിലാഷം? ഞാനിപ്പോ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. ഭയങ്കര മോശമായി, ഭയങ്കര മോശം. എന്റെ പൊന്നും എന്റെ പൊന്നെ ഒരു കാര്യം സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോഴേക്കും മീഡിയക്കാരെത്തി. അത് കുഴപ്പമില്ല. അത് കാരണം വെച്ചാൽ അവര് നമ്മളെവിടെ ഉണ്ടെന്നുള്ളത് നോക്കി തന്നെയല്ലേ. അപ്പൊ എന്താന്ന് വെച്ചാൽ സുഹൃത്തെ, വേറൊന്നുമല്ല. കാരണം വെച്ചാൽ ആറാട്ടമ്മൻ എന്ന പേര് ആളുകളിലേക്ക് എത്തിയത് നീലക്കുയിൽ മുഖേനയാണ്. നിയാസ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നല്ല സ്നേഹമുള്ള ഒരാളാണ്. കാരണം ഇവിടെ വെച്ച് നല്ല സൗഹൃദമായിട്ട് പോകുന്നു. പിന്നെ പുള്ളിയുടെ കണ്ടന്റ് ഇടുന്നു, പുള്ളിക്ക് റീച്ച് കിട്ടുന്നു. പിന്നെ ഏതൊരു നടനും നടിയും ആഗ്രഹിക്കുന്നതാണ് നീലക്കുയിലിൻ്റെ ഒരു വീഡിയോ വരിക എന്നുള്ളത്. ഈ പറഞ്ഞ ഞാനായാലും മാതിനായാലും അല്ലേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നീലക്കുയിൽ വരിക എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഈ ആറാട്ടൻ്റെ പേജിൽ വന്ന് ഭയങ്കര മോശമായി പോയി. കാരണം ആ പുള്ളി ചെയ്തിരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. വേറെ കേസുണ്ട്. ആറാട്ടൻ അതിലിട്ടിരിക്കുന്ന ഒരു തെറിവാക്യം ആ ഒരു പോസ്റ്ററിൽ പുള്ളി സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ കിട്ടിയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളി കൊടുത്താണോ അല്ലെന്ന് അറിയില്ല. സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ സംഭവിച്ചാണോ എന്ന് അറിയില്ല അല്ലേ. ചിലപ്പോൾ എടുത്തിട്ട് പുള്ളി പോസ്റ്റ് ചെയ്താണോ എന്ന് അറിയില്ല. എന്തായാലും അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. കാരണം ആറാട്ടനെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ആറാട്ടൻ എവിടെ പോയാലും പുള്ളി ക്യാമറയായിട്ട് വരുന്നതാണ്. പിന്നെ എല്ലാവരും ഇഷ്ടമുള്ളൊരു ചാനലാണ് നീലക്കുയിൽ. അപ്പോൾ നിയാസ് ഭായി അതിലുപരി നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ഫ്രണ്ടാണ്. അതുകൊണ്ട് അത് കണ്ടപ്പോൾ നമുക്ക് നല്ല വിഷമം തോന്നി. ആറാട്ടണ്ണ അവലെ പുള്ളിനെ പരിഹസിച്ച് എഴുതുന്ന എല്ലാവരോടും എല്ലാ കമന്റുകളോടും ഞങ്ങൾ പറയുകയാണ്, നിന്നെ ആറാട്ടനൊക്കെ വളർത്തിയത് അവനല്ല. നീ എന്റെ അടുത്ത് പറയണ എന്തിനാ? നിന്നോടല്ല പിന്നെ ആരോടെ പറയണ്ടേ? എന്റെ അടുത്ത് പറഞ്ഞ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പോസ്റ്റ് ഞാൻ കണ്ടപ്പോ എനിക്ക് ആരുടെ പേജിലാണ് കണ്ടത്? ഞാൻ സന്തോഷ് വർക്കിലെ പുള്ളിയോടായിട്ട് പറ, അല്ലാണ്ട് എടാ അങ്ങനെയല്ലേ പറയേണ്ടത്. അപ്പൊ എല്ലാ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാരല്ലേ പറയണ്ട. അവിടെ നോക്കി പറ. ഞാൻ ചോദിക്കട്ടെ, അത് സന്തോഷ് വർക്കി അത് ചെയ്തിട്ട് ഭയങ്കര മോശം തന്നെ. കാരണം നിയാസ് എന്ന് പറയുന്ന ഒരു നീലക്കുയിലിനെ നിങ്ങൾ അപമാനിച്ചു വിട്ടത് അത്ര മോശം തന്നെയാണ്. കാരണം നിങ്ങൾക്കത് ചെയ്യാൻ കൊള്ളില്ല. നിങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന അവരാണ്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെ. കാരണം നിയാസ് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മീഡിയ ആയിട്ട് വല്ല സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇന്നാൾ പറഞ്ഞു നിങ്ങളിൽ നിന്ന് 50,000 രൂപ മേടിച്ച് ഞാൻ ഇത് മന്ത്രിയുടെ ഇത് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെ. അല്ല, നിങ്ങളെ കളിയാക്കാൻ വേണ്ടി ആരും പറഞ്ഞിട്ടില്ല. അതുമാതിരി നിങ്ങളെ ദുബായി കൊണ്ടുപോകാൻ പറഞ്ഞ് നിങ്ങളുടെ ഇത് ഞാൻ കാശ് മേടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടു. നിങ്ങളേത് ആര് മേടിച്ചു? നിങ്ങളെ ഒരു 100 രൂപ എൻ്റെ കയ്യിലോട്ട് തന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ. നിങ്ങൾ എപ്പോഴും ഈ മണ്ടത്തരം വിളിച്ചല്ല പറയില്ല. അതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ ജാമ്യമില്ല കേസിലകത്ത് പോയത്. എല്ലാ ആവശ്യമുള്ള കാര്യമാണ് ഇതൊക്കെ. അതെല്ലാം മായനെ പറയണ്ട. ഇപ്പം എന്തായാലും നീലക്കുയിലിനെ കുറിച്ച് പറഞ്ഞതിനോട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. അത്രേ ഉള്ളൂ. അത് മോശമായി പോയി എന്തായാലും. കാരണം നീലക്കുയിലിന് നിയാസ് ഭായി നമ്മുടെ ഒരു ചങ്കാണ്. അത്രേ ഉള്ളൂ.